ഓരോരുത്തരുടെയും കണക്കുകൾ ശിവരാമപിള്ള പരിശോധിക്കുകയാണ്. അതൊരു ക്ഷീണിപ്പിക്കുന്ന ജോലിയാണ്. പരിശോധിക്കുമ്പോൾ കണക്ക് തെറ്റിപ്പോയോ എന്ന് സംശയം തോന്നുന്നു. 4 കൊല്ലം മുമ്പ് നെല്ലുവില കണക്കിൽ കാണുന്നതിൽ കൂടുതലുണ്ടായിരുന്നില്ലേ? ഗോപനോട് ഒരു നീരസം തോന്നാൻ ഇടയായത് ഓർക്കുന്നു. അവൻ പണം ധൂർത്തടിക്കുന്നു എന്നോ മറ്റോ ഒരു തോന്നലുണ്ടായതായും ഓർക്കുന്നു. അവന്റെ കണക്കിൽ ഒരു സംഖ്യ പറ്റുള്ളതായി. അതിന്റെ പലിശ നെല്ലുവിലയിൽ കുറച്ചതായിട്ടാണ് തോന്നുന്നത്. ഏതായാലും നെല്ലുവിറ്റ് കണക്കനുസരിച്ച് ഗോപന് ചെല്ലേണ്ട സംഖ്യ ബാങ്കിൽ അടച്ചിട്ടില്ല. അതിനടുത്ത കൊല്ലം മാലതിയുടെ കണക്കിലും അങ്ങനെ കുറവുണ്ട്. കുട്ടികൾ കണക്ക് നോക്കുമ്പോൾ ഈ കുറവ് കണ്ടുപിടിക്കും. അപ്പോൾ ഗോപനും മാലതിയും അവരുടെ പണമെടുത്ത് നളിനിക്ക് കൊടുത്തതായി പറഞ്ഞേക്കും. നളിനിയുടെ കണക്കിൽ അക്കൊല്ലം കൂടുതൽ പണം നിക്ഷേപവുമുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? ഒരു കാലത്തും പക്ഷഭേദം ഉണ്ടായിരുന്നില്ല. അച്ഛന് ദേഷ്യം വരും, സന്തോഷം തോന്നും, ശാസിക്കും, ഉമ്മ കൊടുക്കും. അതൊന്നും പക്ഷഭേദമല്ല, പേര് കൃത്യമല്ല. അപ്പോൾ ഈ വീട്ടിലും പണത്തെ ചൊല്ലി മക്കൾ തമ്മിൽ ഷണ്ഠ ഉണ്ടാകുമോ? മറ്റൊരു ഉത്കണ്ഠ. വരുമാനം കുറയുന്നു. വീട്ടിൽ ഇരിപ്പായതിനു ശേഷം വരുമാനം കുറയുകയാണ്. സാരമായി തന്നെ കുറഞ്ഞു വരുന്നു. കണക്കുകൾ നിലവിളിച്ചുകൊണ്ട് തന്നെ പറയുന്നു, അച്ഛന് വയസ്സായി, നോട്ടം എത്തുന്നില്ല, ഒരിടത്തും ചെന്നെത്താൻ ഒക്കുന്നില്ല എന്നൊക്കെ അവർ മനസ്സിലാക്കുമോ? അവർ 5 പാട്ടം 10 പാട്ടം എന്നുള്ള കണക്കിലായിരിക്കും നിൽക്കുക. ബോംബെയിൽ ഒരു തേങ്ങയ്ക്ക് 5 രൂപയാണ്. മദ്രാസിൽ 6000, കൊച്ചിയിൽ 3.5. ആ കണക്കിന് അവർ നാളികേര വില കണക്കാക്കും. പക്ഷേ നോട്ടക്കുറവ് കൊണ്ട് ദേഹണ്ഡം ശരിയാകുന്നില്ല എന്നവരറിയുന്നില്ല. 20 രൂപ പതിവ് വള്ളത്തിൽ ചരൽ ഇറക്കി എന്ന് കണക്ക്. നടത്തിപ്പുകാരൻ ഗോപാലൻ 10 രൂപ പതിവിലാണ് ചരൽ ഇറക്കിയത്. ആരറിഞ്ഞു? തോപ്പിൽ പിരിവുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖം ചുളിയാം. പറയാൻ കാര്യമുണ്ട്. ഈ വയസ്സുകാലത്ത് ഞെളിഞ്ഞു നിന്നു പറയാം. ആരുടെയും മുഖം കോടണ്ട. എൻ്റെ സമ്പാദ്യമാണ്, എൻ്റെ തനത് സമ്പാദ്യം. ഞങ്ങൾ 2 പേരും കൂടി ഉണ്ടാക്കി, മിച്ചമുള്ളത് എടുത്തോ. പക്ഷേ അങ്ങനെ ഒരച്ഛനും പറയാൻ ഒക്കുകയില്ല. ഒരച്ഛനും അങ്ങനെ മക്കളോട് പറയാൻ അധികാരമില്ല. മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. നാവ് പൊങ്ങുകയില്ല. കണക്ക് പറഞ്ഞേ മതിയാവുള്ളൂ. വല്ല വിടുവായൻ അച്ഛനും അങ്ങനെ പറയുകയാണെങ്കിൽ ആ വാക്കുകൾക്ക് വിലയില്ല. അത് പാഴ്വാക്കാണ്. അച്ഛനും അമ്മയും മക്കളോട് കണക്ക് പറയണം. കണക്കിൽ പിഴ വരാൻ പാടില്ല. സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? രാഘവൻ പിള്ളയുടെ വീട്ടിൽ മക്കൾ തമ്മിൽ വഴക്ക്. എന്താണാവോ? മൂത്തത് മകനാണ്. അവൻ കൂലി വേലക്കാരനാണ്. രാഘവൻ പിള്ള ഒരു നേരത്തെ വകയ്ക്ക് കൊടുക്കുകയില്ലെന്നാണ് പറയുന്നത്. അവനോട് വൈരാഗ്യമാണ്. എന്താണോ കാരണം അറിഞ്ഞുകൂടാ. ആർക്കും പറയാൻ സാധിക്കുന്നില്ല. അന്യനാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. ഇതങ്ങനല്ല. അന്യനല്ല, മകനാണ്. കടുത്ത വിരോധം. നൊന്തു പ്രസവിച്ച തള്ള അവൻ വീട്ടിലേക്ക് കയറി ചെന്നാൽ പറയുമത്രേ, പൊയ്ക്കോ, ഈ വീട്ടിൽ കയറരുത്. അയൽക്കാർ പറയുന്നതാണ്. കട്ട വലിച്ചെറിയുമത്രേ, പട്ടിയെ എറിയും പോലെ. പെറ്റ തള്ളയ്ക്ക് അങ്ങനെ കഴിയുന്നു. ഇത് ഒരു സ്ത്രീക്ക് കഴിയാത്ത കാര്യമാണ്. ഒരു തെണ്ടി കടന്നു വന്നാലും ആരും തന്നെ കട്ടയും കല്ലും വലിച്ചെറിയുകയില്ല. ഒരു സമാധാനം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. ജീവിക്കാൻ വേണ്ടി കൊച്ചുകുട്ടി അമ്മ അത് ചെയ്യുന്നു. ജീവിക്കുകയാണ് അവർക്ക് വലുത്. കേശവൻ ചെയ്ത തെറ്റ് ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിന് അവൻ ഉത്തരവാദിയാണോ? ചുമ്മാ നടന്നു കയറി അനുവാദമില്ലാതെ വരികയായിരുന്നു. അമ്മയെ പേറ്റുനോവ് അനുഭവിപ്പിച്ചു തന്നെയാണ് വന്നത്. ഒരു കാര്യം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അവിടെ വഴക്കില്ല. അവർ തമ്മിൽ സംസാരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. 2 പേരും അടുത്തടുത്ത് നിൽക്കുന്നത് പോലും കണ്ടതായി അയൽക്കാർ പറയുന്നില്ല. അങ്ങനെയും ഒരു ഭാര്യയും ഭർത്താവും. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ 3 മക്കളുണ്ടായി. അയൽക്കാരുമായും കൊച്ചുകുട്ടി അമ്മയ്ക്ക് ബന്ധമൊന്നുമില്ലായിരുന്നു. ആരോടും അങ്ങോട്ടും മിണ്ടുകയില്ല. ഇങ്ങോട്ട് ചോദിച്ചാൽ ഒരു വാക്കിൽ ഉത്തരം പറയും. വർത്തമാനം പറയാൻ വശമില്ലെന്ന് തോന്നും. അന്ന് ചിറക്കലിൽ നിന്നിറങ്ങി. രാഘവൻ പിള്ള വിളിച്ചിറക്കി കൊണ്ടുപോന്നതാണ്. പിന്നെ അങ്ങോട്ട് കൊച്ചുകുട്ടി അമ്മ പോയിട്ടില്ല. പോകാൻ പാടില്ല. രാഘവൻ പിള്ള പറഞ്ഞതുകൊണ്ട് പോകാത്തതാണോ? അതോ തന്നെ പോകണ്ട എന്ന് നിശ്ചയിച്ചതാണോ? അറിഞ്ഞുകൂടാ. ഭർതൃഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ശരിയായിരിക്കുകയില്ല. ഭർത്താവിന്റെ ഹിതം എന്നൊന്നുണ്ടെന്ന് അവർക്കറിയാമെന്ന് തോന്നുന്നില്ല. അതൊരു വാസനയായിരിക്കാം. ജീവിക്കാനുള്ള വാസന. മൃഗങ്ങൾ അപകടങ്ങൾ ഒഴിഞ്ഞു മാറുന്നില്ലേ? അതുപോലെ വാസനകളെ അവർക്കുള്ളൂ. 2ാമത്തെ മകളോടും രാഘവന് വിരോധമായിരുന്നു എന്നാണ് അറിവ്. എന്താണ് അവളുടെ പേര്? സുശീല എന്നോ? അവളുടെ ഭർത്താവിനോടാണ് വിരോധം. ഒരിക്കൽ അയാളെ ഉപേക്ഷിക്കാൻ രാഘവൻ പിള്ള അവളോട് ആവശ്യപ്പെട്ടതായി ഒരു വാർത്ത പരന്നിരുന്നു. പക്ഷേ അവൾ അച്ഛന്റെ മുഖത്ത് നോക്കി മനസ്സില്ല എന്ന് പറഞ്ഞുവത്രേ. അവളൊരു തന്റേടക്കാരിയാണ്. മൂലയിൽ 20 എന്ന നിലം അവരാണ് കൃഷി ചെയ്യുന്നത്.
അത് ഒരു കയ്യേറ്റമായിരുന്നു. രാഘവൻ പിള്ള അനങ്ങാതിരുന്നു. എന്തുകൊണ്ടാണ് കേശവന് ആ തന്റേടമില്ലാതെ പോയത്? രാഘവൻ പിള്ളയുടെ ഏതെങ്കിലും ഒരു വസ്തു തന്റേടമായി അവൻ കയ്യേറിയെങ്കിൽ രാഘവൻ പിള്ള അനങ്ങുകയില്ലായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ കേശവൻ അത് ചെയ്തില്ല. സഞ്ചയനത്തിന് മുമ്പ് തന്നെ മക്കൾ വഴക്കായി എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ശിവരാമപിള്ള ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ നാട്ടുവർത്തമാനങ്ങളുടെ കൂട്ടത്തിൽ രാഘവൻ പിള്ളയുടെ വീട്ടുകാര്യങ്ങളെക്കുറിച്ച് കഥകൾ കേട്ടത്. അന്ന് അതൊന്നും അത്ര കാര്യമായി തോന്നിയിരുന്നില്ല. ചിലതൊക്കെ കേൾക്കാൻ രസമുള്ള കഥകളായിരുന്നു, മറ്റു ചിലവ അങ്ങനെയുള്ളവയായിരുന്നില്ല. പക്ഷേ ആ കഥകൾ ഓർത്തുപോയി. ശിവരാമപിള്ളയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി തീർന്നിരുന്നു. മക്കൾ തമ്മിൽ ഷണ്ഠ, അച്ഛനും അമ്മയും മകനോട് വെറുപ്പ്, ഒരു മകളോടായി ഇടയുക, അവൾ മുഖത്തു നോക്കി ധിക്കരിക്കുക, ഇതെല്ലാം ഇവിടെയും ഉണ്ടാവുന്നതാണ്. മാലതി മുഖത്തു നോക്കി ധിക്കരിച്ചാൽ ഇല്ല, അതോർക്കാൻ വയ്യ. അങ്ങനെ സംഭവിക്കുകയില്ല. നളിനിയും മാലതിയും തമ്മിൽ ശത്രുക്കളാകുക, അതും ഓർക്കാൻ കൂടി വയ്യ. രാപകൽ അലട്ടുന്ന കാര്യം അതായി. എല്ലാ മുതലുമൂലം തുല്യ അതിപ്രധാനമായ കാര്യമാണ്. പണം മാത്രമാണെങ്കിൽ, പൊന്നു മാത്രമാണെങ്കിൽ ആ തുല്യത പാലിക്കാമായിരുന്നു. ഭൂമിയാകുമ്പോൾ അത് പറ്റുകയില്ല. ആർക്കും ഒരു പരാതി ഉണ്ടാവാതെ ഇരിക്കാൻ എന്താണ് വഴി? മറ്റൊരു ചിന്തയില്ല. മക്കൾക്ക് സ്വത്തുക്കൾ എങ്ങനെ തുല്യമായി ഭാഗിച്ചു കൊടുക്കാം? ചാരു കസേരയിൽ ശിവരാമപിള്ള കിടക്കുകയാണ്. ചുമയുടെ ശബ്ദം കേട്ടു. അത് കേട്ടതല്ലാതെ ശിവരാമപിള്ള ചിന്തയിൽ നിന്ന് ഉണർന്നില്ല. അല്പം കൂടി ഉച്ചത്തിൽ ആരോ ചുമയ്ക്കുന്നു. ആരോ കാണാൻ വന്നു പുറത്തു നിൽക്കുന്നു. മൂന്നാമതും ചുമ കേട്ടപ്പോൾ ശിവരാമപിള്ള ചോദിച്ചു,